ചോദിച്ചതിന് മറുപടി പറയാൻ. ഞാൻ ചീത്തൊന്നും പറഞ്ഞില്ല, ഞാൻ അവളോട് സംസാരിച്ചു. ചീത്ത പറഞ്ഞില്ലെന്ന് പറയുന്നത് ഞാനും കൂടെ ഉള്ള ഗ്രൂപ്പിലാണ് അമ്മ അതിന് മെസ്സേജ് ഒക്കെ വന്നിരിക്കുന്നത്. എന്റെ ലില്ലിപ്പണ്ണാണ് ചേച്ചന്റെ വോയിസ് മെസ്സേജ് വരെ വന്നിട്ടുണ്ട്, അത് ഞാൻ കേട്ടതാണ്. ചീത്തയില്ലല്ലോ, അതിനകത്ത് ചീത്തയില്ല. എന്തു അടി എടിന്നൊക്കെ പറഞ്ഞു, ചീത്തയില്ല. ചീത്തയല്ലേ? പെണ്ണുങ്ങൾ അങ്ങനെ ചീത്ത വിളിക്കാൻ പാടില്ല, എടി പൊടിന്നൊന്നും വിളിക്കാൻ പാടില്ല. സത്യമായിട്ട് ഞാൻ അവളെ ഉദ്ദേശിച്ച് വിളിച്ചതല്ല. റോസ്മേരിയുടെ ആങ്ങളെ കിട്ടി വിളിച്ചപ്പോൾ ഇവളാണ് ഫോൺ എടുത്തിട്ട് ഓരോ കാര്യങ്ങളെ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തൊരു പണിയാണ് കാണിച്ചെന്ന് ചോദിച്ചപ്പോൾ അവൾ അതിന് മറുപടി പറയാൻ എൻ്റെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ വല്ല നാട്ടിലും പോയി കിടന്ന് നിങ്ങളെ അച്ചമ്പിമാരുടെ കൂടെ പോയി കിടന്ന് കള്ളും കുടിച്ച് സൂഹിക്കുകയല്ലയോ, ആ കൊച്ചിൻ്റെ ആളുകളെ അവിടെ പട്ടിണി കിട്ടേക്കോ? അത് പറയേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, പട്ടിണി കിടന്ന പിള്ളേരാന്നോട് എങ്ങനെ ഇരിക്കുന്നത് വെച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നീ എന്റെ കൊച്ചിനെ തുടർന്നുള്ളിയായിട്ട് ചുവന്ന് റോസ്മേരി എനിക്ക് ഫോട്ടോ എടുത്തിട്ട് തന്നല്ലോ, അത് റോസ്മേരി ചേച്ചി അടിച്ചായിരിക്കും, നമ്മൾ തോന്നിയാസം പറയല്ലേടി എന്ന് പറഞ്ഞു. ഞാൻ എന്തോ തെറി പറയാൻ വന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ വോയിസ് കേട്ട് നോക്കും, മൊത്തം അതിനകത്തുണ്ട്. അങ്ങനെയൊന്നും ഇല്ല, എന്നാലും എടി പൊടിന്നൊന്നും വിളിക്കണ്ടായിരുന്നു. അവൾ എന്റെ കൊച്ചിനെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നും. ഞാൻ അച്ചാച്ചനോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ 2 എണ്ണം അടിച്ചാലേ പറ്റത്തുള്ള, അല്ലാത്ത സമയത്ത് സംസാരിക്കാൻ പറ്റൂലേ. അത് അടിച്ചിട്ടിരുന്നിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. അപ്പൊ ആ ചൂടോടെ അങ്ങ് വിളിച്ചു. അവനെ കിട്ടില്ല, അവനെ കിട്ടിയാൽ കൊടുത്തേനെ. അല്ല, 2 എണ്ണം പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നതാണ് പ്രശ്നം. അവർക്ക് എന്ത് കാര്യം അച്ചാച്ചനെ വല്ലയിടത്തും പോയിട്ട് അവർക്ക് എന്ത് കാര്യം എന്നെ ഗുണദോഷിക്കാൻ? ഞാൻ അവരുടെ വീട്ടു പഠിക്കൽ അവരൊരു കാര്യങ്ങൾക്ക് ഞാൻ പണ്ടൊരു സംഭവം ഓർമ്മയുണ്ട? ഞാനും സയ്യും നല്ലുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഈ ചേച്ചിയുടെ മോൻ സയ്യുനെ പിടിച്ച് തള്ളിയിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് അന്ന് ഇവരുടെ വായ ഞാൻ കേട്ടതാണ്. അന്ന് ഞാൻ കൊറേ പറഞ്ഞതാണ്. അതുകൊണ്ട് അവര് വായിക്കത്ര മോശമൊന്നും അല്ല. അവള് ഇച്ചിരി ഹിന്ദി ചേർത്തൊക്കെ അവൾക്ക് ഇച്ചിരി വർത്തമാനമുണ്ട്. പക്ഷെ ഇനി അവൾ ആരെയും പറയത്തില്ല. അമ്മാരി ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലില്ലിപ്പണ്ണാൻ സത്യം എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ഗ്രൂപ്പിലൊക്കെ ആകെ ഇതായിട്ടിരിക്കുകയാണ്. അച്ഛനൊന്ന് ഒരു മറുപടി അങ്ങോട്ട് അയക്ക്. ഇങ്ങനത്തെ ആ ഫോട്ടോ എവിടെ? ഫോട്ടോ ഉണ്ടാ കയ്യില് കൊച്ചിനെ? ആ ഫോട്ടോ അങ്ങനെ ഇട്ടിട്ട് പറ, വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്റെ കൊച്ചിനെ പിടിച്ച് നുള്ളിയത് കൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറ. ഒരു കാര്യമില്ല. പക്ഷെ ലില്ലിപ്പണ്ണെങ്കിലും വിശ്വസിക്കും. ഇപ്പൊ റോസ്മേരി എന്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ചീത്ത വിളിച്ച് കാണുമെന്നാ പറയുന്നത്. സ്വഭാവം ഇതായതുകൊണ്ട് ആരും വിശ്വസിക്കാത്തത്. അതിന് കള്ളു കുടിക്കാതെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാരും വിശ്വസിക്കുന്നത്. ഇത് നല്ല കുഴന്നുള്ള ശബ്ദമായിരുന്നു. കഴിക്കാൻ ഇതിന് ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കി ചെല്ല്. അല്ല, അത് സംസാരിക്കണമെങ്കിൽ ആലോചിക്കണമെങ്കിൽ വയറ്റിനകത്ത് വല്ലതും വേണ്ടത്. രാവിലെ അവിടെ അരക്കുറ്റി പുട്ടാ കിട്ടിയത്. അവിടെ അരിപ്പൊടി ഒന്നും ഇല്ലായിരുന്നു. ആ തക്കൂട് ഞാനോട് ഷെയർ ചെയ്തു. എന്തായാലും ഇപ്പൊ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടാക്കി ദോശയുണ്ട്. രണ്ട് ദോശ അവിടെ ഡൈനിങ് ടേബിളിന്റെ പുറത്തിരിപ്പുണ്ട്. പണിയുടെ കാര്യം പറഞ്ഞു അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഡൈനിങ് ടേബിളിന്റെ പുറത്ത് എടുത്ത് കഴിച്ചോ. ദോശയും സാമ്പാറും ഇരിപ്പുണ്ട്. അമ്മയ്ക്കും ആർക്കും ഒന്നും ഉള്ളതല്ലേ, പിന്നെ അതെടുത്തിട്ട് അതിന്റെ കട പറയാൻ എല്ലാരും കഴിച്ചു കഴിഞ്ഞതാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് ഇരുന്ന് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തിരിച്ച് മറുപടി കഴിച്ചോളാം കേട്ടല്ലോ. ആ ആരാ? ഞാൻ സൂഫിയുടെ അനിയത്തിയാ. തങ്കം ചേച്ചിയല്ലേ? ആ, സൂഫിയുടെ അനിയത്തിയാണോ? അയ്യോ, ഇത്ത ഇല്ലേ? ഓ, കണ്ണില് പൊടി പോയി. എന്നെ അറിയാവോ? ആ, ഇത്ത പറഞ്ഞിട്ട് എല്ലാരും അറിയാം. അയ്യോ, അപ്പൊ സൂഫി ഇവിടെ ഇല്ലല്ലോ. അയ്യോ, അപ്പൊ വിളിച്ചു ചോദിച്ചില്ലായിരുന്നോ? ഇല്ല, ഞാൻ ഹോസ്റ്റലിൽ നേരെ വന്നതാ. പിന്നെ ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് വിചാരിച്ചതാണല്ലോ. രാവിലെ പോയതാ രണ്ടുപേരും കൂടെ? ആണോ? കുഴപ്പമില്ല, ഞാനിവിടെ ഇരുന്നോളാം. വരട്ടെ. അയ്യോ, വരാനെങ്ങാനും വൈകിയാലോ മോളെ? അത് കുഴപ്പമില്ല, ഞാനിവിടെ വെയിച്ചോളാം. എന്നാ വേണ്ട, അവിടെ വന്നിരിക്കാം. ബാ. കുഴപ്പമില്ല, ഞാനിവിടെ ഇരുന്നോളാം. അതെങ്ങനെയാ അങ്ങനെ ഒരു പെങ്കുച്ചു വന്നിട്ട് ഒറ്റയ്ക്ക് ഇരുത്തുന്ന എങ്ങനെയാ? വാ, അവിടെ മോനൊക്കെ ഉണ്ട്. ബാഗിന് കനമുണ്ടോ? കുഴപ്പമില്ല. ഡ്രസ്സൊക്കെ ആയിരിക്കും അല്ലേ? ഡ്രസ്സുണ്ട്, കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. എന്റെ അമ്മ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? മനസ്സിലായില്ലേ ആരാന്ന്? ഇതേ താഴത്തെ വീട്ടിലെ സൂഫി ആന്റി ഇല്ലേ? സൂഫി ആന്റിയുടെ അനിയത്തിയാ. അറിയാമോ? എന്റെ പേര് സുമി. തക്കുടല്ലേ? 1ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? ഇത്ത പറഞ്ഞ എനിക്ക് എല്ലാരും നല്ല പരിചയമാണ്. ഞങ്ങൾക്കും പരിചയമൊക്കെ ഉണ്ട്, കണ്ടിട്ടില്ലാന്നേ ഉള്ളൂ. എടാ, മാമീനെ പോയി വിളിച്ചിട്ടുണ്ടോ? സൂഫിത്താന്റെ അനിയത്തി വന്നേക്കണെന്ന് പറട്ടാ.
മോള് ഇടിക്കും. ഞാനേ നാരങ്ങ എടുക്കാം, വെള്ളം എടുക്കാം. ഓക്കെ. പച്ചമാങ്ങ വേണോ? പച്ചമാങ്ങ കിട്ടിയാ കൊള്ളാം. അക്കടോ ഓടാതെ പതിയപ്പോ ഇതൊരു ചാട്ടോ അത്. ആരാ? ഇത്തനറിയില്ലേ? ഏതിത്ത? ഞാൻ ഇത്തയുടെ അനിയത്തി സുറുമിയ, അപ്പുറത്ത് താമസിക്കുന്ന. മമ്മൂട്ടി സൂഫി. അതെ, ആ, എനിക്കറിയാം. ഇത്ത പറഞ്ഞിട്ട് എല്ലാരും അറിയാം. എന്നെ അറിയാവോ? പിന്നെ ചേട്ടനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നല്ലത് അല്ലേ? നല്ലതാ. സൂഫിയുടെ നീതി നമ്മളൊക്കെ അറിയാന്ന് പറഞ്ഞു. എല്ലാരും അറിയാം, നല്ല പരിചയ. ആണല്ലേ? അപ്പൊ ഇത്ത എന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ? നിന്നെപ്പറ്റി ഞങ്ങക്ക് എന്താ അറിയാവുന്നേ? തന്റെ പൊന്നനിയത്തിയാന്നറിയാം, അല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഇരിക്ക്. ഞാനേ ടൂൾ ബോക്സ് എടുക്കാൻ വന്നേ. വർഷം ഒരു പണി വന്ന് നടക്കുന്നു. ഓ, നീ എപ്പോ വരും? ഞാൻ പോയിട്ട് ലേറ്റ് ആവും. കഴിക്കാനുണ്ടാവൂലേ? ചെലപ്പം. തിരക്കല്ലേ? ഉപ്പ് വേണോ പഞ്ചസാര? എന്നാ മാങ്ങ. രണ്ടും ഇട്ടോ. ഇവിടുന്ന് ഉണ്ടായതാ? ഞാൻ പോട്ടെ, പോയിട്ട് വാ. കാണാം, വൈകിട്ട് കാണാം. ശരി, ഇവിടെ ഉണ്ടാവൂലല്ലേ? ഓക്കെ. പേര് സുറുമി. സുറുമി. സുമി എന്ന് വിളിച്ചാൽ. ഓ, അടിപൊളി. എടുക്കട്ടെ, വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. ഇരുന്നോ. ഞാൻ വർഷോപ്പി. ഹലോ. ഹായ്. അറിയോ? സുമി. കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. സൂഫി ഇല്ലേ അവിടെ? ഇല്ല, പുറത്തു പോയിരിക്കുക. അയ്യോ, അപ്പൊ അറിഞ്ഞില്ലേ സൂഫി? സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. അയ്യോടാ, കഷ്ടായി പോയല്ലേ. ഇരിക്കണം. പാടില്ല. ഇരിക്കും. കല്യാണമൊക്കെ ആയോ? നോക്കിക്കൊണ്ടിരിക്കുന്നു. ആണോ? ഓ, ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കാലോ. അതെ അതെ. രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്? ചെറുതായിട്ട്. ഹോസ്റ്റലിൽ നിന്നാണോ ഇപ്പൊ വരുന്നത്? ഹോസ്റ്റലിൽ നിന്ന് വരുന്നത്. ഓ, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? അടുത്ത് നല്ലതാണോ? അത്ര നല്ലതല്ലേ? ഇത്ത പറഞ്ഞിട്ട് നിങ്ങളുടെയൊക്കെ കുക്കിങ്ങിനെ കുറിച്ച് എനിക്ക് അറിയാം. ഞാനല്ലേ ചേച്ചി. ഇനിയിപ്പോ ഉച്ചക്ക് ഊണൊക്കെ കഴിക്കാം നമുക്ക്. അതെ. ഇവനാണെങ്കിൽ ആരും കളിക്കാൻ കൂട്ടില്ലാതെ നിക്കുക. അമ്മോ, മധുരം പാകത്തിനാണോ? അയ്യോ, എന്തൊരാശ്വാസം. എന്താ ക്ഷീണം? കൊറേ ട്രാവൽ ചെയ്തിട്ട് വന്നല്ലേ. രാവിലെ ഇറങ്ങിയല്ലേ? രാവിലെ ഇറങ്ങി. ബസ്സിലാണെങ്കിൽ സീറ്റ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അകത്ത് വെച്ചിട്ട് കിടന്നോ? അയ്യോ, കുഴപ്പമില്ല. ഇത്ത വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. എന്നിപ്പോ അവളെ പോരാനോ? ഇനി താമസിക്കത്തില്ലേ? വാ, വന്ന് കിടന്നോ. എന്താ നമ്മുടെ വീടല്ലേ? അല്ലേ വേണ്ട ചേച്ചി, അവിടെ കൊണ്ടേ കിടത്താം. അമ്മാവന്റെ റൂം വിരിച്ചു കൊടുക്കും. ചെല്ല്. ഒന്ന് മുഖമൊക്കെ കഴുകി പോയി ഒന്ന് കിടന്നൊന്ന് ഉറങ്ങുമ്പോഴത്തേക്ക് സൂഫി വരും. ബാഗ് തന്നെ. മതിയാ? ഇച്ചിരി കൂടെ വെള്ളം കുടിച്ചോ? മതിയോ? എന്നാ ബാമോന് കുടിച്ചോ. നാരങ്ങ വെള്ളം. ശരി. ശരിയടാ. നല്ല വെച്ച് കണ്ട ഇത്തൊക്കെ പഠിച്ച് ഇവിടെ നിങ്ങിക്കുന്നത് വെള്ളം തരാ ഞാൻ. ഇവിടെ പോരെ? അടിപൊളി. ബാഗ് അവിടെ വെച്ച്. ഞങ്ങൾക്ക് അമ്മാവനും അമ്മായിയും ഉണ്ടേ. അവര് വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ മുറിയാ യൂസ് ചെയ്യുന്ന. അടിപൊളിയായിട്ടുണ്ട്. മച്ചൊക്കെ ഉണ്ട് അല്ലേ? ഇത് മൊത്തം മച്ച. എന്റെ തറവാട്ടിൽ ഇങ്ങനെ തന്നെയാ. ഇങ്ങനത്തെ വീടാണ്. ഫാൻ്റെ യൂസ് ചെയ്യണമെന്ന് ആവശ്യമേ ഇല്ലല്ലോ അല്ലേ? ഫാൻ ഇടണം, പക്ഷെ ചൂട് കുറവാ. അതെ, എന്തായാലും നന്നായിട്ടുണ്ട്. ഞാനേ ഇപ്പൊന്ന് വിളിക്കട്ടെ. അപ്പൊ സർപ്രൈസ് കൊടുക്കണ്ടേ? ഇനി സർപ്രൈസ് കൊടുക്കാൻ പണി പാടും. ഞാൻ എന്തായാലും ഒന്ന് വിളിക്കാം. വിളിക്ക. ഹലോ. ഇത്ത എവിടെയാ? ഞാൻ എന്താ വീട്ടിൽ വന്നു. ഞാനൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാ. എനിക്ക് സർപ്രൈസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനിപ്പോൾ ലില്ലി ചേച്ചിയുടെ വീട്ടില് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുക. ഞാനവിടെ ഇറങ്ങിയപ്പോഴേക്കും തങ്കം ചേച്ചി വന്ന് വിളിച്ചു. എനിക്ക് പിന്നെ ആളെ അറിയാമായിരുന്നല്ലോ. അവിടെ ചെന്നൊരു ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നു. എപ്പോൾ എത്തും? ലേറ്റ് ആവുമോ? സാരമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ ഇരുന്നോളും കൊച്ച്. അപ്പം ഞാൻ ഇവിടെ ഇരിക്കട്ടെ? വന്നാൽ മതി. ഞാൻ കഴിച്ചിട്ടാ വന്നേ. ശരി, ഇവിടുന്ന് ഞങ്ങൾ ചോറൊക്കെ കൊടുത്തോളാം. അതിനൊരു ടെൻഷനൊന്നും അടിക്കണ്ട. ശരി ശരി, ഓക്കെ. ലേറ്റ് ആവും. ആണോ? അത് സാരമില്ല, ഇവിടുന്ന് റെസ്റ്റ് എടുത്തു. എനിക്കും ചേച്ചിക്കേ കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. സുറുമ എഴുന്നേക്കാൻ സമയത്ത് ഞങ്ങൾ വരും. ശരി.
നല്ല രസമുണ്ട്. ഈ ചുരിദാർ എവിടെ നിന്ന് എടുത്തതാ? ഇത് ഇത്ത എടുത്തു തന്നതാ. സൂഫി എടുത്തതാ? എവിടുന്ന് എടുത്തെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യിപ്പിച്ചതാ. ഇത് പ്ലെയിൻ ആയിരുന്നു. ഈ വർക്ക് ചെയ്യിപ്പിച്ചതാ. ആഹാ, നല്ല ഭംഗിയുണ്ട്. എവിടെ ചെയ്തത്? അടുത്ത് തന്നെയാ, വീടിനടുത്ത് തന്നെ. നല്ല രസമുണ്ട് കേട്ടോ. അത് ഈ കളറും ഇതും കൂടെ വന്നപ്പോ നല്ല കോമ്പിനേഷൻ. അതാ, നല്ല കോമ്പിനേഷൻ. ഞങ്ങളായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? പിന്നെന്താ, ഒന്ന് ചെയ്യിച്ച് നോക്കാലോ. ഇവിടെ എവിടെയെങ്കിലും കൊടുത്തു നോക്കാം. കിട്ടുമോന്ന് അറിയില്ല, നന്നായി ചെയ്യുമോന്ന് അറിയില്ല. ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. ഓക്കെ. ഹലോ. കഴിഞ്ഞു. എന്താ പരിപാടി? എന്താ കളർ അടിക്കണോ? എനിക്ക് വേറെ ആരുണ്ട് കളിക്കാൻ? ഇതല്ലേ എന്റെ ജോലി. ശരി, അമ്മയും അമ്മയൊക്കെ എവിടെ? അവര് കുടുംബശ്രീ മീറ്റിങ്ങിന് പോയി. കഴിഞ്ഞില്ലേ ഇതുവരെ? ഇല്ല. എന്താ വരയ്ക്കുന്നേ? മറ്റേ ഇതെന്താ സംഭവം? മറ്റേ നറൂട്ടോ. ആഹാ, കൊള്ളാം. എന്താ കളിക്കാൻ കൂട്ടുകാരൊന്നുമില്ലാത്ത? ഞാൻ കൂടിയാ മതിയോ? മതിയോ? ഞാനും പടം വരയ്ക്കട്ടെ? നല്ലതായിട്ട് പടം വരയ്ക്കാൻ അറിയാമോ? നോക്കട്ടെ. ഇതൊക്കെ തക്കട് വരച്ചാണോ? വലിയ കലാകാരന്. ഇതിന്റെ ഫുൾ അടിച്ചില്ലേ? ഇല്ല. കൊറേ പടമൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. എന്നാ നീരുന്ന് വരയ്ക്കേ, ഞാൻ ഇപ്പൊ വരാം. അല്ലേലും ആ ചേച്ചിയുടെ സംസാരം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ചേച്ചി. ഞാനായിരുന്നപ്പോഴേ മൈൻഡ് ചെയ്യാറില്ല. ചെന്നിട്ട് ഇനി പണിയുണ്ടേ. ഏട്ടൻ വിളിച്ചു കാണും ആവോ. നീ എന്തീ ഫോൺ എടുക്കാ? ചേച്ചി വിളിച്ചപ്പോ ഞാൻ ഓടിക്കതച്ച് വന്നില്ലായിരുന്നു, വിട്ടുപോയി. ആ കൊച്ചിന് എന്തെങ്കിലും കൊടുക്കട്ടെ, വെള്ളം വല്ല കലക്കി കൊടുക്കാം. വെള്ളം കുടിച്ചത് എവിടെ നിന്ന്? അല്ല ബിസ്ക്കറ്റ് തക്കുടുവേ. അവൻ അവിടെയാണോ ഇവിടെയാണോ? ഇതെവിടെ പോയി? എഴുന്നേറ്റാ? ബാഗായിട്ട് അപ്പുറത്തോട്ട് പോയാ? ചേച്ചി, സുമി എന്തേ? അവനുണ്ടാവും. അവിടെ ഇല്ല, അവൻ്റെ കൂടെ ഇല്ലേ? അവനവിടെ പടം വരച്ചോണ്ടിരിക്കുന്നു. അവൻ കട്ടിലേക്ക് കിടന്ന് പടം വരച്ചോണ്ടിരിക്കുന്നു. അവൻ്റെ കൂടെ ഇരിപ്പുണ്ടാവും. ഇല്ലടി, അവിടെ ഇല്ല. അവിടെയും ഇല്ല. അതെന്നാ അങ്ങോട്ടും കാണാൻ മാറിപ്പോയിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങാനും മാറിയിട്ടുണ്ടാവും. പറമ്പിലോട്ട് എല്ലാം പോയിട്ടുണ്ടാവും. അതിന് ആ കൊച്ചിന്റെ ബാഗൊന്നും ഇവിടെ കാണുന്നില്ല. എന്നാ പിന്നെ താഴെ സൂഫി വന്നിട്ടുണ്ടാവും. നമ്മള് താഴെ നല്ല ചേച്ചി ഇങ്ങോട്ട് കയറി വന്നത്. അവരുടെ ഡോർ അടഞ്ഞു കിടക്കുമല്ലായിരുന്നാ? ശരിയായിരുന്നു, വണ്ടി അവിടെ ഇല്ലല്ലോ. അവനെ വിളിച്ചേ. തക്കുടുവേ വന്നേടാ. എനിക്കാണെങ്കിൽ ഒരു കയ്യും കാലം വിറയില് വന്നിട്ട്. എന്തുപറ്റി? എടാ ഇങ്ങ് വന്നേടാ. എടാ സുമി ചേച്ചി അങ്ങോട്ട് പോയി. ഇങ്ങ് വാ, നീ ചോദിക്കട്ടെ. സുമി ചേച്ചി എവിടെ പോയി? സുമി ചേച്ചിനെ അറിയാൻ പാടില്ലേ? നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? സുമി ചേച്ചിനെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ സുമി ചേച്ചി എങ്ങോട്ട് പോയിന്നാ ചോദിച്ചേ. അത് പിന്നെ സുമി ചേച്ചി പറഞ്ഞ ആരടുത്തും പറയണ്ടെന്ന് പറഞ്ഞു. എന്ത്? അത് ചേച്ചിയെ ഏതോ ചേട്ടൻ്റെ കൂടെ ബൈക്കിൽ പോയി. ചേട്ടന്റെ കൂടെ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മാമി അമ്മയും തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ ചേച്ചി പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് വന്നില്ലല്ലോ. വന്നില്ല. എടാ പിന്നെ നല്ല പ്രായമുള്ള ചേട്ടനായിരുന്നാ? അതാ ചെറിയ ചേട്ടനായിരുന്നാ? ലല്ലു ചേട്ടനാ പോയി. ലല്ലു ആണോ? ലല്ലു ചേട്ടൻ ഒന്നുമല്ല, ലല്ലു ചേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യും. എടാ പിന്നെ ആ ചേച്ചി എന്നിട്ട് ബാഗൊക്കെ കൊണ്ടുപോയാ? എല്ലാം കൊണ്ടുപോയി. അപ്പൊ നിനക്ക് ചോദിച്ചൂടെ എവിടെ പോവാന്ന്? അമ്മയൊന്നും വന്നിട്ടില്ല, വന്നിട്ട് പോവാന്ന് പറയാൻ പാടില്ലേ? ഞാൻ ചോദിച്ചു, അപ്പൊ ആരടുത്തും പറയില്ലെന്ന് പറഞ്ഞു. ഇനി വല്ല ഒളിച്ചോടിയാണോടി? എന്റെ പൊന്നു ചേച്ചി, നമ്മള് വിടുവോ? മനസ്സാ വാച കർമ്മണം അറിയാത്ത കാര്യങ്ങളാ നടക്കുന്നത്. എന്താണ്? ഞാനൊന്നൊരു കാര്യം ചെയ്യട്ടെ, സൂഫിനെ വിളിച്ച് പറയട്ടെ. വേണ്ട വേണ്ട വേണ്ട. അല്ലേ തന്നെ ആ പെണ്ണ് പറയുന്നത് നമ്മള് കുടുംബം മൊത്തം സംശയ രോഗികളാന്നാ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കുഞ്ഞു പൊക്കോ പോയി പടം വരച്ചോ. നോക്കാൻ ചിലപ്പോ തിരിച്ചു വന്നാലോ?
ചിലപ്പോ ശരിയായിരിക്കും, നമ്മള് സംശയരോഗികളായതുകൊണ്ടായിരിക്കും. എന്നാലും നമ്മളോട് പറയണ്ടെന്ന് പറഞ്ഞ എന്തിനാ? ഇപ്പൊ വരാന്നും പറഞ്ഞല്ലേ പോയത്. ചിലപ്പോഴേ സർപ്രൈസ് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാൻ അത് തന്നെ വല്ല സാരി വല്ല നോക്കി നടക്കുമായിരിക്കും. നമുക്ക് ഈ സംശയരോഗം ഉള്ളിൽ കിടക്കണോണ്ട് അങ്ങനെ. അത് തന്നെ ദൈവമേ, പാവം. ആ കൊച്ചു നല്ലൊരു കൊച്ചാ. അത് നല്ലതാ. പക്ഷെ വന്നാൽ ഈ ചെറുക്കൻ ഏതായിരിക്കും? എന്തോരം കൂട്ടുകാരായിരിക്കും. ഏതെങ്കിലും കൂട്ടുകാരനായിരിക്കും. വേണ്ട വേണ്ട, വിട് വിട്. അല്ല, ഞാൻ ഇപ്പൊ വരാം. ഇനി ആ ഗ്യാപ്പിനൊന്നും വിളിച്ചേക്കല്ലേ. ഞാൻ വിളിക്കണില്ല എന്റെ പൊന്നെ. ഓ ചേച്ചി വിട് വിടുന്ന് പറയും ചെയ്യും. ചേച്ചി തന്നെ എല്ലാം ഒപ്പിക്കും. പിന്നെ ഞാനല്ലോ ഒപ്പിക്കുന്നത്. ഈ ചൂട് ചത്തു പോവുള്ളൂ. ചേച്ചി വന്നാ? ആ ഇതാരാണ്? അനിയത്തിയാ സുറുമി. 100% പ്രകൃതിദത്തവും ശാസ്ത്രീയവുമായി നിർമ്മിച്ച ഡോക്ടർ ഫുഡ് ന്യൂട്രി നാച്ചുറൽ ബനാന പൗഡർ നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. ഞാനിപ്പോ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചോണ്ട് വരുവാ. സുറുമിയാ? അപ്പൊ രാവിലെ ഇവിടെ ഒരു കൊച്ചു വന്നല്ല, സോഫിയുടെ അനിയത്തി എന്ന് പറഞ്ഞു. അതാരാ? എന്താ അനിയത്തിയോ? പിന്നെ ഹോസ്റ്റലിൽ നിന്നാ വന്നെന്ന് പറഞ്ഞ് ആദ്യം ചേച്ചിയുടെ അടുത്ത് വന്നിരുന്നു, പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. വീട്ടിൽ സുമി എന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞ്. അത് ഞാനാ ചേച്ചി. ഒരു മിനിറ്റ് ചേച്ചി. ആ സൂഫി വന്നാ? ചേച്ചി ഇങ്ങോട്ട് വാ. എന്താടി? ഇതാണ് സുറുമിന്ന്, സൂഫിയുടെ അനിയത്തി. അപ്പൊ ഇവിടെ വന്ന കൊച്ചേതാ? ഹോസ്റ്റലിൽ നിന്ന് വരുവാണ്, സൂഫിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാ പറയാതെ വന്നെന്ന് പറഞ്ഞ് ആ റൂമിൽ വെച്ച് സൂഫിനെ വിളിച്ചല്ലോ. എന്നെ ഒന്നും ആരും വിളിച്ചില്ല. എന്ത് കേക്കണേ? എന്നെ വിളിച്ചിട്ടില്ല ചേച്ചി. എന്റെ മുമ്പിൽ വെച്ചല്ലേ സുറുമി സൂഫിനെ വിളിച്ചത്. എന്റെ പൊന്നെ ചേച്ചി, എനിക്ക് ആകെ ഒരു അനിയത്തിയേ ഉള്ളു, അതാ ഈ സുറുമി. ഞാനേ ആ കൊച്ചിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ കൊച്ചിട്ട തട്ട് നല്ല ഡിസൈൻ അല്ലായിരുന്നു ചേച്ചി ഷോളിന്. അപ്പൊ അത് എനിക്ക് ചെയ്യിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. എന്താ കേക്കണേ? ഇവിടെ ഒരു കൊച്ചു വന്ന്, ഞങ്ങളെല്ലാവരും അറിയാം. തങ്കം ചേച്ചി, ലിലി, മോനെ വരെ അറിയാം. എല്ലാം പറഞ്ഞിട്ടുണ്ട്, സൂഫി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്റെ കർത്താവേ, ഇതാരാ അലമാരി തുറന്നു മരത്തിട്ടേക്കുന്നത്? നിങ്ങളുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ആണോ ഇനി? ചേച്ചി, ആ നമുക്ക് പണി കിട്ടി ചേച്ചി. എന്താ? എന്റെ ഫോണൊന്നും കാണുന്നില്ല. അലമാരിയൊക്കെ തുറന്നു മരത്തിട്ടേക്കണ്. അതിന്റെ അകത്ത് നമ്മുടെ കുടുംബശ്രീയിലെ പൈസ വെക്കുന്ന പേഴ്സ് ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. വേറൊരു പേഴ്സിൽ എന്റെ ഒരു ഒടിഞ്ഞ വള ഇരിപ്പുണ്ടായിരുന്നു, അതൊന്നുമില്ല. ആരാ ഇപ്പൊ വന്നത്? അപ്പം അവിടെ ഉണ്ടായിരുന്ന പൈസ പിന്നെ ഒരു ഒടിഞ്ഞ വള ഉണ്ടായിരുന്നു, അത് വിറ്റ പൈസയും കൂടെ ചേർത്ത് ഏകദേശം ഒരു 60,000 രൂപയാണ്. നിന്റെ ഷെയർ. ഇന്നത്തെ വർക്ക് അടിപൊളിയായില്ലേ? സെറ്റായിരുന്നു. പിന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റിയില്ലല്ലേ? നമ്പർ പ്ലേറ്റ് ഒക്കെ എപ്പോഴേ മാറ്റി. എന്നാ പിന്നെ അധിക നേരം ഇവിടെ നിൽക്കണ്ട. കയറിയതൊരു പോലീസുകാരൻ്റെ വീട്ടിലെന്നേ പറഞ്ഞു. അതിന് ആരിവിടെ നിൽക്കുന്നു? നമുക്ക് അടുത്ത ഓപ്പറേഷനിലോട്ട് പോകും. ഓക്കെ. Aliens.